ഹോർമൂസ് കടലിടുക്ക് തുറന്നതിന് ശേഷവും ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഹോർമൂസ് തുറന്നിരിക്കുമ്പോഴും ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു, സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ കരാറിനിടെ ഇറാനിയൻ ക്രൂഡിന്റെ മേലുള്ള വിലയ്ക്ക് അമേരിക്ക 60 ദിവസത്തെ ഇളവ് നൽകി. അതിനുശേഷം ഇറാനിയൻ ക്രൂഡ് ഓയിൽ വിപണിയിലും എത്തി. കൂടാതെ ഹോർമൂസ് കടലിടുക്കും തുറന്നു. അതിനുശേഷം ടാങ്കറുകൾ മുമ്പത്തെക്കാൾ കൂടുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം US ഇളവിന് ശേഷം നിരവധി ഇടനിലക്കാർ ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് വിൽക്കാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ റിഫൈനറികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ ഈ ആളുകൾ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. സ്രോതസ്സുകൾ പ്രകാരം നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനി നേരിട്ടും ഇടനിലക്കാർ വഴിയും ഇന്ത്യൻ റിഫൈനറിമാരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇറാനിയൻ സ്റ്റേറ്റ് ഉൽപ്പാദകർ അവർക്ക് ക്രൂഡ് ഓയിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇറാനിയൻ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $3 മുതൽ $4 വരെ കുറയും. എണ്ണ ശുദ്ധീകരണ കമ്പനികളുമായി ബന്ധപ്പെട്ട ഒരു സ്രോതസ് NIOCയെ കൂടാതെ നിരവധി വ്യാപാരികൾ ഇറാനിയൻ ക്രൂഡ് ഓയിൽ വിൽക്കാൻ സമീപിക്കുന്നുണ്ടെന്നും, എന്നാൽ NIOCക്ക് ഒരു അവസരം നൽകുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണനയെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക തലത്തിൽ സമാന ഗുണനിലവാരമുള്ള ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് ഇറാനിയൻ ക്രൂഡ് ഓയിൽ ബാരലിന് $3 മുതൽ $4 കുറയുമെന്ന് NIOC ഇന്ത്യൻ വാങ്ങുന്നവരോട് പറയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റിഫൈനറിയെ സമീപിച്ച വ്യാപാരികൾ ഭൂരിഭാഗവും സിംഗപ്പൂരിലും ദുബായിലും ആസ്ഥാനമായുള്ള ചെറുകിട ഇടത്തരം വ്യാപാര കമ്പനികളിൽ നിന്നുള്ളവരാണെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആഴ്ച ഇറാനിയൻ പെട്രോളിയം മന്ത്രി മൊഹസിൻ പഗ്നജാദിന്റെ ന്യൂഡൽഹി സന്ദർശന വേളയിലും ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെയും LPGയുടെയും വിതരണ സാധ്യത ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇറാനിയൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ സംഭരിക്കാനുള്ള പരിമിതമായിട്ടുള്ള ശേഷിയുണ്ട്. എന്നിരുന്നാലും മിക്ക റിഫൈനറുകളും ഓഗസ്റ്റ് വരെ സപ്ലൈകൾ ഉറപ്പാക്കിയിരുന്നതിനാലും മിഡിൽ ഈസ്റ്റ് വിതരണക്കാർ വാങ്ങുന്നവരെ മുൻഗണന നൽകാൻ സമ്മർദ്ദം ചെലുത്തുന്നതിനാലും ഭാവിയിൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ സംഭരിക്കാനുള്ള ശേഷി പരിമിതമാണ്. ഇന്ത്യ ഇതിനകം തന്നെ വ്യാപാരികൾ വഴി ഇറാനിൽ നിന്ന് LPG ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. ഉപരോധം ലഘൂകരിച്ചതിനു ശേഷം ഈ ഇറക്കുമതി കൂടുതൽ വർദ്ധിപ്പിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.